ഓക്കെ നുസ്രത്ത്. ഓക്കെ, എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നോ? നമ്മൾ മെഡിറ്റേഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് എത്രത്തോളം ഓരോരുത്തർക്കും എത്തുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ശരിക്കും ആദ്യത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുക അല്ലേ, നമ്മളതിങ്ങനെ പഠിച്ചെടുത്ത് നോക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് എത്രത്തോളം എനിക്ക് കിട്ടുന്നുണ്ട്, എവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ആക്കാനുണ്ട് എന്നുള്ളത്. ഓക്കെ നുസ്രത്ത്, ഒരു കൈ താഴെയായി. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കറക്റ്റ് നിങ്ങൾ മെഡിറ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ. ജസ്റ്റ് നമ്മൾ ഇതൊക്കെ എന്താന്ന് പറയുക, ചെക്ക് ചെയ്ത് നോക്കുകയാണ് അല്ലേ. എത്ര മുജീബ് വെളിയങ്കോട്, ഗുഡ് ഫീൽ. ഓക്കെ, നിങ്ങളുടെ കൈകള്, രണ്ട് കൈകളും ഒരേപോലെ ആയിരുന്നു, അതോ ഒരു കൈ മേലേക്ക് പോയോ, ഒരു കൈ ഭാരം കൊണ്ട് താഴേക്ക് വന്നോ? ജസ്റ്റ് നിങ്ങൾ അറിയാതെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? ജസ്റ്റ് ഓക്കെ. അപ്പൊ ഇത് ശരിക്കും മെഡിറ്റേഷനിൽ ശരിക്കും ഇതൊരു ചെറിയ ഹിപ്നോസിസ് മെത്തേഡ് കൂടിയാണ്. എങ്ങനെ നമുക്ക് മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ മനസ്സിനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, നമുക്ക് ആവശ്യമുള്ള ആരോഗ്യം, സമ്പത്ത്, അതേപോലെ തന്നെ ബന്ധങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള ഒരു ഹാപ്പി ലൈഫ് അല്ലെ, സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയെ, മനസ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അതിന് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശ്വാസങ്ങൾ, അടിയുറച്ചിട്ടുള്ള വിശ്വാസങ്ങളിലുള്ള അതിൻ്റെ ഒരു ഭംഗിയെ കുറിച്ചാണ്. അത് നമ്മുടെ ലൈഫിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ശരിക്കും നമ്മുടെ വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വന്നത്, നമ്മളെ നമ്മളാക്കി മാറ്റിയത്, നമ്മൾ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ അകത്ത് കയറിക്കൂടിയ ഒരുപാട് വിശ്വാസങ്ങൾ, അത് നിങ്ങൾ ഓരോന്ന് എടുത്തു നോക്കിയാലും പലതും നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. ചില കാര്യങ്ങൾ നമ്മൾ തുനിഞ്ഞിറങ്ങി, കാര്യം എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് റെഡിയായി പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പം എന്തോ ഒരു പേടി, അതേപോലെ തന്നെ എന്തൊക്കെയോ നമ്മൾ പിറകിലേക്ക് പിടിച്ചു വലിക്കുന്നു. നമുക്ക് 100% എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, മടി വരുന്നു. എന്തൊക്കെയോ എന്തൊക്കെയോ മടികള്, ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഫീല് വരുന്നില്ല എന്നൊക്കെ പറയും ചിലര്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു പോയ, ആഴത്തിൽ രൂപപ്പെട്ടു പോയ ഒരുപാട് വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസങ്ങൾ നമ്മളായിട്ട് രൂപപ്പെടുത്തിയതാവണമെന്നില്ല. ചില അനുഭവങ്ങള്, നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിന്റെ അകത്ത് അത് രൂപപ്പെട്ടു പോയി. ഞാൻ ഇതിന്റെ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബോധതലം നിന്നുള്ള നമ്മളിപ്പം ചിന്തിക്കുന്ന, ഈ ക്ലാസ് ഇപ്പം ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ കുറെ ആദ്യം നമുക്ക് അറിവുകൾ വേണം അല്ലെ. വാക്കുകള് സെന്റൻസ് ആക്കാനും അത് ഒരു അർത്ഥം ഉണ്ടാക്കാനും നമുക്ക് ആദ്യം കുറെ അറിവുകൾ വേണം. അത് വെച്ചാണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഈ ചിന്തിക്കുന്ന പുറത്തുള്ള മനസ്സാണ്. അതിൻ്റെ താഴത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ സ്ഥിരം ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, അത് നിങ്ങൾ തുടങ്ങിയ സമയത്ത് ചെയ്യുന്നതും ഇപ്പൊ ചെയ്യുന്നതും, നിങ്ങൾ വണ്ടി ഓടിച്ച് തുടങ്ങിയ സമയത്ത് ഓടിക്കുന്നതും ഇപ്പൊ ഓടിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ അതിൽ എക്സ്പേർട്ടായി, നമ്മുടെ വർക്കിൽ നമ്മളിപ്പോ എക്സ്പേർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അകത്തുള്ള മനസ്സിലേക്കാണ് കാര്യങ്ങൾ കോഡ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് ജോലികൾ ചെയ്തോളും, നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. അതേപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ്, നെഗറ്റീവ് ഇൻസിഡൻസ് ആയിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളായിരിക്കാം, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. ചിലപ്പോൾ അസുഖങ്ങളെ കാര്യത്തിലേക്ക് എടുത്താൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവും. ഈ അസുഖങ്ങളൊന്നും മാറില്ല, ഈ അസുഖങ്ങളൊന്നും ജന്മണ്ടെങ്കിൽ മാറില്ല, ഇവിടെ ഇങ്ങനെ പഠനം നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരാൾക്ക് എൻ്റെ അയലോക്കത്ത് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിട്ട് ഇത് മാറിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതൊക്കെ വിശ്വാസങ്ങളായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് കയറി കൂടിയിട്ടുണ്ടാവും. ഉണ്ടാവുന്നല്ല, ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കണം, എൻ്റെ അസുഖങ്ങൾ മാറ്റണം, എൻ്റെ വയറ് നന്നാക്കണം, എൻ്റെ തലവേദനകൾ, ബാക്കി പ്രശ്നങ്ങളൊക്കെ മാറ്റണം എന്ന് നമുക്കറിയാം.
പക്ഷേ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് മൈഗ്രെയിൻ തലവേദന വന്നാൽ പിന്നെ മാറിപ്പോവില്ല. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ മാറില്ല. സാധാ തലവേദനയ്ക്കാണെങ്കിൽ ചിലപ്പോൾ മാറിപ്പോയേക്കാം. മൈഗ്രെയിൻ ഒരിക്കലും മാറില്ല എന്ന് നമ്മൾ കേട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് രൂഢമൂലമായിട്ട് വിശ്വാസം അവിടെ ആണി അടിച്ച് തറച്ചു പോയിട്ടുണ്ട്. അത് മാറ്റാതെ, അത് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് ഒഴിവാക്കാതെ, ആ സന്ദർഭങ്ങൾ എന്തെന്ന് നോക്കി ഒഴിവാക്കാതെ ഈ വിശ്വാസങ്ങൾ നമ്മളെ വീണ്ടും പിറകിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. തലവേദനകൾ തലവേദനകൾ 3-4 ടൈപ്പ് തലവേദനകൾ പറയുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്, ടെൻഷൻ തലക്ക് താങ്ങാൻ പറ്റുന്നില്ല. തലക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ഭാരം നമ്മൾ അകത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ അതാണ് തലവേദനയായിട്ട് നമുക്ക് തലവേദന. അത് മാത്രമാണ് തലവേദന. ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ടൈപ്പ് തലവേദനകൾ അല്ലേ? പരമാവധി ആളുകൾ വീഡിയോ ഓണാക്കി ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്ക് ചിലർ വീഡിയോ ഓൺ ആക്കുന്നുണ്ട്, ഓഫ് ആക്കുന്നൊക്കെ ഉണ്ട്. ഓണാക്കി തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തലവേദനയെ കുറിച്ച് പറയാം. ഇല്ലേ, തലവേദന അതിൽ സ്ഥിരമായിട്ട് തലവേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് കമന്റ് ബോക്സ് എടുക്കുക, കമന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? കൈകൾ വർക്ക് ചെയ്യട്ടെ. രാവിലെ തന്നെ നമ്മുടെ മാക്സിമം സെൻസസുകൾ, നമ്മുടെ എല്ലാ സെൻസസും ഒരുമിച്ച് വർക്ക് ചെയ്താൽ നമ്മുടെ ബ്രെയിന് കൂടുതലായിട്ട് ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കും. ഓക്കെ നുസ്രത്ത്, ഓക്കെ. കുറെ ആൾക്കാർക്ക് ഉണ്ടല്ലേ തലവേദന എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. നമ്മുടെ ടെൻഷൻ, ഇത് മൈഗ്രെയിൻ ആയിരുന്നാലും സൈനസൈറ്റിസ് ആയിരുന്നാലും ഇനി ക്ലസ്റ്റർ ഹെഡേക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അതേപോലെ തന്നെ ടെൻഷൻ ഹെഡേക്ക് ആയിരുന്നാലും ഏത് ടൈപ്പ് ഹെഡേക്ക് ആയിരുന്നാലും നിങ്ങളുടെ തലക്ക്, നമ്മുടെ ബ്രെയിനിന് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇൻഫോർമേഷൻ, ടെൻഷൻ, വിവരങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതാണ് തലവേദനയായിട്ട് പുറത്തേക്ക് വരുന്നത്. പിന്നെ സൈനസൈറ്റിസ് തന്നെ തലവേദന ഉണ്ട് അല്ലെ? ഫ്രണ്ട് ഭാഗത്ത് വരുന്ന കഫക്കെട്ടും ജലദോഷമൊക്കെ ആയിട്ട് ചിലർക്ക് വരുന്ന തലവേദനയാണ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും അലർജിയാണ്. ഈ അലർജി വരാനുള്ള കാരണം നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എടുത്തു നോക്കിയാൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സാണ്. നമ്മൾ നിരന്തരം സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാല് പാനിക് അറ്റാക്ക് എന്നാണ് നമ്മൾ അതിന് പറയാം. നിരന്തരം അത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയം അല്ലേ, ഒന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റൂലേ? ഹൃദയം ഒന്ന് കൂടുതലായിട്ട് ഇടിക്കാൻ തുടങ്ങും. മസിൽസിനൊക്കെ ചെറിയ വ്യത്യാസം വരാൻ തുടങ്ങും അല്ലെ? നമ്മുടെ മൊത്തം ശരീരത്തിൽ വ്യത്യാസം വരും. ഇത്തരത്തിൽ നമ്മൾ സ്ട്രെസ് കൊടുത്താല് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. അത് നിങ്ങളുടെ അലർജികള്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടായാലും 1-2 ആഴ്ച കൊണ്ട് നമ്മുടെ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ചെയ്യും. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ വൈറസ് കയറി വന്നാൽ എന്താ ചെയ്യുക? ആന്റിവൈറസ് വരും, അതൊക്കെ ക്ലീൻ ആക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിനും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇത് നിരന്തരം സ്ട്രെസ് കൊടുക്കുകയാണ്, ഒരു മായമില്ല, സ്ഥിരം ഇതന്നെ പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതെ വരിഞ്ഞ് മുറുക്കി കെട്ടിരിക്കുകയാണ്. അതിന് പ്രവർത്തിക്കാനുള്ള സ്ഥലം പോലുമില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്പേസ് പോലും കിട്ടുന്നില്ല. അതാണ് പ്രശ്നമായിട്ട് വരുന്നത്. അലർജി ഉണ്ടാക്കുന്നു, മൂക്കിൽ അലർജി ഉണ്ടാക്കുന്നു, തലവേദനകൾ ഉണ്ടാക്കുന്നു. അപ്പൊ നിങ്ങളുടെ തലവേദനകള് ഏത് ടൈപ്പ് ആയിരുന്നാലും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, താൽക്കാലമായിട്ടുള്ള കുറക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. അതിന്റെ നാട്ടിൽ ഒരുപാട് മരുന്നുകളും ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് തലവേദന മാറ്റണം, പൂർണ്ണമായിട്ട് തലവേദന മാറിപ്പോകേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ എടുത്ത് കഴിച്ചാൽ മതി, തലവേദന കുറഞ്ഞോളും. പൂർണ്ണമായിട്ട് നിങ്ങളുടെ തലവേദനകൾ മാറിപ്പോവണം, ശരീരം ശരിക്കും ക്ലീൻ ആവണം എന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ, മരുന്നല്ല അതിന്റെ ആവശ്യം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ വരുന്നു എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ ചെല്ലേണ്ടത്.
നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് എന്തൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ട്, അത് എന്തൊക്കെ നമ്മളെ പിറകോട്ട് പിടിച്ചു വലിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അതിനെ ഹീൽ ചെയ്യണം. അത് മാത്രമാണ് നമുക്ക് മുന്നിൽ ചെയ്യാനുള്ളത്. അല്ലെ, തല പൊട്ടിത്തെറിക്കുന്ന ഫീലിംഗ് നിങ്ങൾക്ക് എന്തുകൊണ്ടാ വരുന്നത്? നമ്മുടെ രക്തക്കൊയലുകൾക്ക്, തലക്കകത്തുള്ള രക്തക്കൊയലുകൾക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ മൈഗ്രെയിൻ എന്തുകൊണ്ട് വരുന്നു എന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രക്തക്കൊയലുകൾക്ക് ഇതിന് അനാവശ്യമായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്നു. അതാണ് പ്രശ്നമായിട്ട് മൈഗ്രെയിൻ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഇത് നിരന്തരം കൊടുക്കുമ്പോൾ വേദനകളും നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ശരീരം നമ്മളോട് പറഞ്ഞു തരികയാണ്. അത് തലവേദന മാത്രമല്ല കേട്ടോ, ഏത് വേദനയായിരുന്നാലും നമ്മുടെ ശരീരം പറഞ്ഞു തരികയാണ്, ഈ പോക്ക് ശരിയല്ല, നിന്റെ ഈ പോക്ക് ശരിയല്ലെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ഉപാധിയാണ്. നമ്മളെ അറിയിക്കാണ് ശരീരം, തട്ടി വിളിക്കാണ് വേദനകളിലൂടെ. നമ്മുടെ ബ്രെയിൻ നമുക്ക് പറഞ്ഞു തരാണ്, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നിന്റെ പോക്ക് ശരിയല്ല എന്നുള്ളത്. ഇതിൽ മാറ്റം വരുത്തണം, നീ വണ്ടി ഓടിച്ചു പോകുന്ന ട്രാക്ക് ശരിയല്ല, തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നത് നമ്മുടെ ശരീരം പറഞ്ഞു തരുന്നതാണ് വേദനകളിലൂടെ, അല്ലെ? വേദനകളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വേദനകളില്ലെങ്കിൽ, വേദന ശരിക്കും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വേദനകളില്ലായിരുന്നെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ ഇല്ലായിരുന്നു, ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദന. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇതിന് മുന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആക്കി പറയുന്നില്ല. സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദനകൾ ഉണ്ടാക്കി വെച്ചത്. അതിനെ നമ്മൾ ഓവറായിട്ട് മിസ്യൂസ് ചെയ്യുന്നു, അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. ഇത് മാറ്റാൻ, തൽക്കാലം ഈ പ്രശ്നം കുറക്കാൻ വേണ്ടി നിങ്ങൾ മരുന്നുകൾ എടുത്ത് കുടിച്ചാൽ അത് അപ്പൊ കുറഞ്ഞു കിട്ടും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം, നമ്മുടെ ശരീരം, നമ്മുടെ ബ്രെയിന്, നമ്മുടെ തലയൊക്കെ തൽക്കാലം ഒന്ന് മിണ്ടാണ്ടിരിക്കും. പ്രശ്നം തീരാത്തിടത്തോളം കാലം, അവരുടെ ആ ഒരു പരിഭവം തീരാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കും, പൂർണ്ണമായിട്ടും മാറിപ്പോവില്ല. സിമ്പിളാണ് കാര്യങ്ങൾ, ഇത്ര സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ തലയുടെ ബാക്കി എന്താണ്, അതിന്റെ വിഷയങ്ങളൊക്കെ കറക്റ്റ് ഇൻഫോർമേഷൻ തേടി തേടി പോയി ഇതെന്താണെന്ന് അതിന്റെ ഡീപ്പായിട്ട്, ഞാൻ മുന്നത്തെ സെഷനിൽ പറയാൻ, ഡീപ്പായിട്ട് പഠിച്ച് ഡോക്ടേഴ്സിനേക്കാൾ വലിയ എക്സ്പേർട്ട് ആവാൻ വേണ്ടി നോക്കിയത് കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ മാറില്ല. പകരം യഥാർത്ഥമായിട്ടുള്ള അവയർനെസ് ആയിരിക്കണം നമ്മൾ അകത്തേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ല? ഇനി ഹെഡ് ഏക്കിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഏത് അസുഖമായിരുന്നാലും ഏത് പ്രശ്നമായിരുന്നാലും നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നേരെ അലർജി ആയിരുന്നാലും മൈഗ്രെയിൻ തലവേദന ആയിരുന്നാലും നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം, കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. വേറെ ആരും പഠിക്കല്ല കേട്ടോ. ബുക്കിലുള്ള ഇൻഫർമേഷൻ എടുത്ത് നിങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ അപ്ലൈ ചെയ്യല്ല വേണ്ടത്. വേറെ ആരെങ്കിലൊക്കെ എടുത്തു വെച്ചത് നിങ്ങൾ നേരെ വിഴുങ്ങല്ല വേണ്ടത്. നമ്മൾക്ക് സ്വയം പഠിക്കാൻ സാധിക്കും, സിമ്പിളാണ്. ഏതൊക്കെ സമയത്തിലാണ് നമുക്ക് തലവേദന വരുന്നത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്, അലർജി പ്രശ്നങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുന്നത് കുറയുന്നത്, നമ്മൾ കറക്റ്റ് നോക്കി വെക്കുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബോസ്, നമ്മുടെ പ്രധാനപ്പെട്ട ആരെങ്കിലും ദേഷ്യം പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അവരെ ചെന്ന് വീണ്ടും ദേഷ്യം പിടിപ്പിക്കുകയല്ലല്ലോ ചെയ്യുക. തൽക്കാലം ഒന്ന് കൂളാക്കാൻ സമയം കൊടുക്കും, അല്ലെ? ഒന്ന് സമാധാനപ്പെട്ടിട്ടല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുക. അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളെ വീണ്ടും ചെന്ന് നമ്മൾ കുത്തി കുത്തി പ്രശ്നം കൂട്ടില്ലല്ലോ. അതേപോലെ നമ്മുടെ അലർജി ആയിരുന്നാലും തലവേദനകളായിരുന്നാലും ദേഷ്യം പിടിക്കുന്ന ശരീരം എന്തുകൊണ്ട് ദേഷ്യം പിടിക്കുന്നു എന്ന് നോക്കിയിട്ട് തൽക്കാലം നിങ്ങൾ ആ ട്രിഗറിങ് ഫാക്ടർ നമ്മൾ പറയാം, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നം കൂടുന്നത്, അത് മാറ്റിവെക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് മാറ്റിവെക്കുക. രണ്ടാമത്തേതായിട്ട് നമുക്ക് ടെൻഷൻ വരുന്നത്, ചില ടെൻഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. നമ്മുടെ ചില പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഹീൽ ചെയ്തെടുക്കണം. ഇന്ന് ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഹീലിംഗ് മെത്തേഡാണ് EFT എന്നുള്ളത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളത്. നമ്മുടെ മെമ്മറീസ്, നമ്മുടെ വിശ്വാസങ്ങളെ തകർത്തെറിയാൻ, നമ്മുടെ അകത്തുള്ള രൂഢമൂലമായിരിക്കുന്ന വിശ്വാസങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു എഫക്റ്റീവ് മെത്തേഡാണ്.
നമ്മുടെ പ്രോഗ്രാം കുറെ അധികം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏർലി ബേർഡ് ഓഫർ 25th ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേയിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, 1 ഡേ പ്രോഗ്രാം ആണ്. കാലിക്കറ്റ് വെച്ച് സെപ്റ്റംബർ 8 നടക്കുന്നത്. ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ള ട്രോമകളെ, നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസിനെ നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കണം. അത് നമ്മുടെ മനസ്സിനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. ദിവസം ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ മനസ്സ് നമ്മളാണ് പഠിക്കേണ്ടത്. നമ്മുടെ തലവേദന വന്നത് പാരമ്പര്യമായിട്ട് വീട്ടില് തലവേദനയുടെ ജീൻ ഉണ്ടായത് കൊണ്ടല്ല കേട്ടോ. അങ്ങനെയൊക്കെ ചിലർ പറയും, എനിക്ക് ജനറ്റിക് പാരമ്പര്യമായിട്ട് അസുഖം വരും. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ മുതൽ എല്ലാ അസുഖങ്ങൾ ഉണ്ടാക്കാനും ശേഷിയുള്ള പവറുള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആദ്യം മുതലുണ്ട്, എല്ലാവരുടെ ശരീരത്തിലുണ്ട്. അത് ആര് ഓൺ ആവണം, എവിടെ പോയി സ്വിച്ച് ഓൺ ആക്കണം, എവിടെ ഓഫ് ആക്കണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി, പവർ നമുക്കുണ്ട്. അത് നമുക്ക് എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റുന്നു, അന്ന് നമ്മുടെ ലൈഫ് മാറും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ അത് ഓണാക്കാനും ജനറ്റിക്കായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ആരോഗ്യവും അനാരോഗ്യവും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൽ ആരെ ഓണാക്കണം, സ്വിച്ച് എവിടെ ഇടണം എന്നുള്ള തീരുമാനിക്കാനുള്ള കഴിവ്, പവർ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പാരമ്പര്യമായിട്ടാണ് കിട്ടിയത്, പാരമ്പര്യമായിട്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ജന്മന ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് നിമിഷവും നിങ്ങളുടെ ലൈഫ് മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ മൈഗ്രെയിൻ പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല, നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്. ആ ടെൻഷൻ, എന്തൊക്കെ ടെൻഷനാണ് ഞാൻ കൊടുത്തത്, അത് എങ്ങനെ ഹീല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് നമ്മളെ സ്ട്രെങ്ത് ചെയ്ത് വരുന്ന, അല്ലെ അതിന് നമ്മൾ നിരന്തരം ടെൻഷനുള്ള ആളുകൾ ചെന്ന് സൈക്കോ തെറാപ്പിയോ അതല്ലെങ്കിൽ കൗൺസിലിംഗ് എടുത്തോണ്ടോ താൽക്കാലമായിട്ട് ആശ്വാസം കിട്ടുള്ളൂ. നമ്മുടെ മനസ്സിന് അതിനുള്ള പവർ കിട്ടണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള ഒരു ശേഷി നമുക്ക് ആർജിച്ചെടുക്കണം. അതിനാണ് ദിവസവും നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, തലവേദന നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് EFT ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നമ്മൾ പറയും. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചിന്തകളിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന്, നമ്മൾ ശ്വസിക്കുന്ന എയറിൽ നിന്നൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യണം, അല്ലേ? നമ്മുടെ വീടിന്റെ അകത്ത് ക്ലീൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്തും ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം. അതിന് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇതൊക്കെ ഈ മാലിന്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദി പ്രകാശിപ്പിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന, നമുക്ക് എന്തൊക്കെ രീതിയിൽ ആരോടൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, നന്ദിയുണ്ട് എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് നമ്മൾ പറയും. നിങ്ങൾ പറ്റുമെങ്കിൽ എഴുതി വെച്ച് അത് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് ഭക്ഷണം കഴിക്കണം, അല്ലെ? പലപ്പോഴും സമയമൊന്നും ഉണ്ടാവില്ല, 2 മിനിറ്റ് കൊണ്ട് ഭക്ഷണം വിഴുങ്ങി കളയുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. ഭക്ഷണം മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ കഴിക്കാൻ തുടങ്ങണം. ഓക്കെ, ഇത്രയൊക്കെ